ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഞാൻ എണീറ്റിട്ട് ഒരു 6:30 ആ സമയത്ത് എണീറ്റിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. സോ ഇപ്പം 10 മണിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ചായ ഉണ്ടാക്കുകയാണ്. വരൂ ഗൈസ്, ചായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പം രാവിലെ തന്നെ കോൾഡ് എനിക്ക് പിടിപെട്ടു. അതിൻ്റെ പ്രയാസങ്ങൾ കുറച്ചുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി ചോറ് വെക്കണം. പിന്നെ ഉച്ചത്തേക്ക് കറി ഞാൻ കറി ഇങ്ങനെ കഴിക്കാറില്ല, ഉപ്പേരി എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ ചോറിന് ഉപ്പേരി ഞാനൊരു ഉച്ച സമയത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ചായയും ചോറും ആണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ പരിപാടി അത് കഴിഞ്ഞു. ഗൈസ്, ആക്ച്വലി ഇതാണ് എൻ്റെ ഇവിടെ ഈ വീട്ടിലെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കും, ഇവിടെ തന്നെ വർക്ക് ചെയ്യും, ഇവിടെ തന്നെയാണ് കിടന്ന് ഉറങ്ങുന്നതൊക്കെ. ഞാൻ ആക്ച്വലി കിച്ചണും അതേപോലെ ഈ ഭാഗം മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യും. ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. പിന്നെ ചായക്ക് ഒരു നുറുക്ക് കഴിക്കുകയാണ്. അത് കാസൂന് വേണം. അപ്പോൾ ഞാൻ കാസൂന് കൊടുക്കുന്ന ആ ഒരു ഇതിൽ ഞാൻ എടുത്തതാണ്. ഞാനിപ്പോൾ രാവിലെ ചായ കുടിക്കുമ്പം ഫോണ് എനിക്ക് നിർബന്ധമാണ്. വെറുപ്പിക്കലായിട്ട് വിളിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നെക്സ്റ്റ് വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ചുരിദാർ ടോപ്പാണ് ഇതളവ്. അപ്പം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാനിപ്പോൾ ചോറ് കഴിക്കുകയാണ്. ചോറ്, ക്യാരറ്റ് ഉപ്പേരി, കോഴിമുട്ട. ഞങ്ങള് 4-5 ദിവസത്തേക്ക് പിന്നെ കണ്ടുമുട്ടുന്നതാണ്. ഓക്കെ, ഗൈസ്, ഷോപ്പിന് മേലോട്ട് കയറാണ്. സ്റ്റെപ്പ് ഗൈസ്, ഇത് വില ചോദിക്കാൻ പോവാന്നുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. വേം പറഞ്ഞോളൂ. നീ പറയും എനിക്ക് ഏതാ വേണ്ടി പറയൂ. ഒന്നും വാങ്ങി തരാൻ മനസ്സുമില്ല, പക്ഷെ വാങ്ങി തന്നേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. എന്താണ് കേറാണെങ്കിൽ ഹോട്ടൽ ന്യൂ കേരളയിലോട്ട് കയറേണ്ടി വരും. പറഞ്ഞ പോലെ അല്ലേ? ഞാനെന്നല്ല പൈസ എടുക്കുന്നേ. നീ പറയോ? ഒക്കെയല്ല, ഓളി ഈറ്റി ഏച്ചിയാണ് പൈസ എടുക്കുന്ന ആള്. നീ തീരുമാനിക്കൂ. ഏച്ചിയുടെ ചെലവാണ്. അതല്ലേ പറയുന്നത്. മസാല ദോശ വേണോ? ചായയും വിത്ത് വേറെ ഞാൻ ചോദിക്കേണ്ട കാര്യം ചോദിക്കുന്നു. എനിക്ക് ഒരു ഗ്ലാസ് ചായയും മസാല ദോശ. മസാല ദോശ. ഞാനൊരു മുട്ട പപ്സ് അന്ന് എനിക്ക് മുട്ട ചായയും 2 കടിയും. ചായയും 2 കടി. ഓക്കെ. എനിക്കൊരു പഴംപൊരി. പറഞ്ഞത് മസാല ദോശ ഇതുപോലെ തിന്നാതെ ഞാനെങ്ങനെ തിന്നോ? ഞാൻ പറഞ്ഞ മസാല ദോശ. അല്ല, നീ തിന്നാതെ എങ്ങനെയാണ്? നീ തിന്നാതെ എങ്ങനെ ഞാൻ ഒറ്റ എന്നാ പിന്നെ മസാല ദോശ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? നിന്റെ വക. ഞാൻ നിങ്ങളെ കുറെ ദിവസത്തിന് ശേഷം കാണില്ല. ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ വക എന്താ? ഞാനല്ല നിങ്ങളെ കുറെ ദിവസത്തിന് ശേഷം കാണുന്നത്. അപ്പൊ നിങ്ങളല്ല എനിക്ക് വാങ്ങി തരേണ്ടത്. ഒന്ന് നിങ്ങൾ രാവിലെ ഒരു പാട്ട് കേട്ട് ഞാൻ അതിനെങ്കിലും എനിക്ക് വാങ്ങി തരണ്ടത്. സഹിച്ചേന് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരണ്ടത്. നല്ലുണ്ട് പാട്ട്. പാടാൻ തോന്നുമ്പോ നിങ്ങൾ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അയച്ചു. കൈനറൊക്കെ കൊടുക്കും. ചേച്ചി ഡയറ്റ് ഒക്കെ തുടങ്ങിയിട്ടിരിക്കുകയാണ്. രാത്രി ഭക്ഷണം ഇല്ലാന്നാ പറയുന്നത്. പക്ഷെ നീ കഴിക്കുന്നുണ്ടോന്ന് ഞമ്മക്കറിയില്ല. നമ്മളിട്ട് പോകാറും അമ്മയോട് ചോദിച്ചാൽ അറിയാം. അമ്മ കഴിക്കലുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഓക്കെ, മകൾ പറഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുതിയ പേര് ഇട്ടിട്ടോ, മങ്കിപ്പൻ. ചേച്ചിക്കൊരു പേരിട്ടു.
മങ്കിപ്പൻ പറഞ്ഞാ ശരിക്കും എന്താ? മങ്കിപ്പൻ എന്ന പെണ്ണാണോ? അത്ഭുതമുള്ള സാധനം സിനിമയുണ്ട്. അത്ഭുതമുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഓക്കെ. എന്നോട് ഇത് ചെലവ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആ വെള്ളം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? ഒരു ചായ, ഒരു കോഫി, 2 ചായ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ആസ്വദിച്ച് മെല്ലെ കഴിക്കുള്ളൂ. ഞങ്ങള് കിട്ടിയപ്പം തന്നെ വേഗം 2 ദിവസം ഭക്ഷണം കിട്ടാത്ത കളിയാ കഴിക്കുക ഇവരുണ്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വേഗം തിന്നു. ഞാനൊരു ടീ ലവറാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ കയ്യിലെ ക്യാഷ് പോക്കിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. ഇതിനുള്ള നന്ദിയെങ്കിലും ഇവർക്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നില്ല. അതാണ് വിളിക്കുമ്പോ തന്നെ വെറുപ്പിക്കലായിതു എന്ന പേരാണ് ചെയ്യുന്നത്. ശരിയല്ല, ചട്ടത്രാണ്. ഫ്രണ്ട്ഷിപ്പ്, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഇഷ്ടമുള്ളത് കട്ട്ലേറ്റും ചിക്കൻ പഴംപൊരിയൊക്കെ മതി രാത്രിത്തേക്ക്. ഞാൻ വെറുതെ ചെല്ല് എന്റെ വക. ഓ എന്താണ് ചെക്കൻ ഇഷ്ടായി. സെറ്റാക്കി തരോ? സെറ്റാക്കി തരോ? എനിക്കൊരു ഇഷ്ടം പറഞ്ഞാൽ ഇവർ 2 ആൾ വേഗം സെറ്റാക്കി തരും. അത്രയും കട്ടയ്ക്ക് നിൽക്കുന്നവരല്ല. ഞാൻ പൈസ ഇറക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇറക്കും. ഞാൻ ഇവരോട് ഏറ്റവും കഴിച്ചതാണ് നല്ലോണം ചെയ്യോ. ഞാൻ ഈ വീഡിയോയിൽ പറയാണ്, ഞാൻ സീരിയസ് ഇടാൻ പോവാണ്. ഇപ്പഴല്ല കേട്ടോ, ഒരു ഗ്യാപ്പ് കഴിഞ്ഞു. ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞാൽ മതി, ഞാനിടും. ചേച്ചിക്ക് ഓക്കെ ഇല്ലെങ്കിൽ ഞാനിടില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ആ ബന്ധം. അനക്ക് പിന്നെ ഞാൻ വാങ്ങിക്കട്ടെ. സംഭവം ഒന്നല്ല, ചേച്ചി ഇങ്ങനെ കൂടുതൽ ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ തിന്നോണ്ടിരിക്കണം അല്ലേ? ഇതൊന്നും പറയാനില്ല. ഓളാരാ വിത്തുന്ന I love you. Love you. ശരി. ഓ സത്യം ഇത് പഠിപ്പിച്ചേരാട്ടോ. ഇങ്ങനെ എഴുതോ? ചെറിയ ശ്രദ്ധ വേണ്ട. എന്റെ വലുതാ വേണ്ടത്. ഇതോ നല്ല രസമുണ്ടല്ലേ? അല്ലെങ്കിൽ ഇത് നിനക്കതാ വേണ്ടത്? രസല്ലേ? അതാ വേണ്ടത്? അല്ല ഇത് നോക്ക്. എനിക്ക് ദേശസ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയാലേ വെച്ചു. നീ എന്താ കടലാസ് ഒക്കെ എടുത്തത്? ഞാൻ വാങ്ങിയത് ടിഷ്യൂ പേപ്പർ. വാങ്ങാം. 2 ഉപ്പ വാങ്ങി തരാടോ. അല്ല ഉണ്ട്, എനിക്ക് വാങ്ങുന്നതിന് പ്രശ്നമില്ല. കൈമ പിടിച്ചിങ്ങനെ നടക്കണ്ടേ? ഇതിന്റെ ബാഗ് ഇട്ടാ പോരെ? ഒന്നൊരു കുപ്പി അവിടെ, ഒരു കുപ്പി ഇട്ട്. നിങ്ങൾക്ക് ചാമ്പ് കിട്ടാനയക്കണ് എന്റെ അടുത്തുനിന്ന്. ഞാൻ നല്ലോണം വാങ്ങും. അല്ല ഇനി ഞങ്ങൾക്ക് ഈ കുപ്പിവെള്ളം വാങ്ങി വെക്കുന്നുണ്ട്, ദാഹിക്കുമ്പോ കുടിക്കാൻ വേണ്ടിട്ട്. ഇത് നമ്മൾ ഓരോ ചേച്ചിന്റെ വീട്ടിലെത്തുന്ന മുന്നേ തീർക്കുന്നതായിരിക്കും. ഞാൻ കൊടുക്കൂല. ഉറുമ്പ് എത്തുന്നത് കടിട്ടി. ഞാൻ പനിയുള്ളപ്പോ ഉറുമ്പ് കടിച്ചിട്ടില്ല. ഒരു കൂട്ടത്തിൽ കൂടിയിട്ടാണ് ഉറുമ്പ് അടിച്ചത്. ഗൈസ് ഇവിടൊക്കെ ആൾക്കാർ നോക്കാണ് നമ്മളെ. അല്ല നമുക്ക് അല്ല എന്നാ വാ മോള് വാ. മന്തില് AC 60 കിലോയിലേക്ക് എത്തും എന്ന് വെച്ചാല് 9 കിലോ റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ചാലഞ്ച് ഏറ്റെടുക്കടോ. ഇതെന്താണ് ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. തല കറങ്ങി വീണാലും വേണ്ടില്ല, വെല്ലിട്ട് വന്നാൽ. ഗൈസ് ഞാൻ മാനാഞ്ചിറ സ്ക്വയറിനോ വിട പറയുകയാണ്. ഇനിയിപ്പോ ഒന്നും വരില്ല തര കാര്യം. ഗൈസ് നമ്മളിപ്പോ പോവുകയാണ്. ആദ്യം സ്ത്രീക്കുട്ടിയാണ് ഇറക്കുന്നത്. ചവിട്ടി പുറത്താക്കാൻ പോവുക. അതുകൊണ്ട് പാക്കറ്റ് കിട്ടിയത്.
ചേച്ചി ഇപ്പൊ ഒരാളെ ചവിട്ടി പുറത്താക്കുന്നതായി. അതല്ലേ നിങ്ങൾ കണ്ടോളൂ. ചേച്ചി കണ്ട് ചവിട്ടാൻ പോകാറ്. അതെ അതെ ഞാൻ ഒരുങ്ങി കെട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ കൂടെ പോന്നെയാണ് ആലോചിച്ചിട്ട്. ആരുടെ അവശിഷ്ടം ചെരുപ്പ് ഇതെടുത്തിട്ട് ഇങ്ങനെ തട്ടണം. ഏട്ടാ അമ്പലത്തിൽ പോയോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? എടാ നീ തീരെ വിശ്വസിക്കരുത് ഈ കാര്യത്തില്. ഞാൻ പാട്ട് പാടി തരുന്നത് മഞ്ഞീന്ന് പറയും. മഞ്ഞീന്ന് പറഞ്ഞ കാണിക്ക് കാണിക്ക്. ആ മഞ്ഞി. ആ പറയും മഞ്ഞീന്ന് പറയും. ചപ്പുൾ എനിക്ക് എന്താ വാങ്ങി തരാ? മാമ വാങ്ങി തരൂ. പോന്ന് നോക്കണ്ടില്ലേ? ഇങ്ങോട്ട് ഇതിൽ അവിടെ വെള്ളമില്ലേ? എനിക്കെന്താ വാങ്ങി തരാ? എനിക്കെന്താ വാങ്ങി തരാ? മാമാമ്മ വാങ്ങി തരാ? അണ്ണനെന്താ വാങ്ങി തരാ? അണ്ണനെന്താ വാങ്ങി തരാ? എനിക്ക് ഗൈസ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ അല്ല, ഞാൻ കുറേ നേരം വന്നിട്ട് 10:30 ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷായി എന്താ പറയുക കുറച്ച് നേരം അങ്ങനെ കിടന്ന് എനിക്ക് ഉറക്കം വരും എപ്പോഴും എൻ്റെ കണ്ണൊക്കെ. അപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഫേവറേറ്റ് ടീ. പിന്നെ ന്യൂബിയ മാഗസിൻ ബോട്ട്. ഇത് ഞാൻ കിടക്കുന്നതിന് മുന്നേ ചെയ്യും. ഞാൻ ഫോൺ വാൾപേപ്പർ മാറ്റി നല്ല ഭംഗിയിൽ കാണാൻ. ഈ ഭൂമിയിൽ എത്രയും ഭംഗിയായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്, ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്ന സംഭവമാണ് ഐസ് ഓഫ് വീൻ്റെ കണ്ണ്. നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എഡിറ്റ് ചെയ്ത് എപ്പോൾ ഉറക്കം വരുന്നു അപ്പോൾ കിടന്നുറങ്ങും. അപ്പം ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.